എല്ലാവരും വളരെ ഉഷാറായിട്ടിരിക്കും. കയ്യിലൊരു ഉഷാറ് വളരെ സന്തോഷം. ഇടയ്ക്കൊരു വീഡിയോ കണ്ടു. ഞാൻ ഐ തിങ്ക് 2000-ലായിരുന്നു ആദ്യമായിട്ട് സത്യൻ ഫൗണ്ടേഷന് പാടിയ ഒരു വീഡിയോ. ഇപ്പൊ ആലോചിക്കുന്നത് ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് അന്നും ഇന്നും ഒരേ ടെൻഷനാണെന്ന് തോന്നുന്നത്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ 25 വർഷമായി അല്ലെങ്കിൽ 24 വർഷമായി എന്നുള്ളതല്ലാണ്ട് ഈ പാട്ടുകളും അതുപോലെ തന്നെ ഈ പഴയ പാട്ടുകളും ഒക്കെ പാടി അല്ലെങ്കിൽ പഠിച്ച് പാടാൻ ഒരു പ്രോഗ്രാം ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പാട്ടുകളുടെയൊക്കെ ഡീറ്റെയിൽസും കുറച്ചുകൂടി മനസ്സിലാക്കുന്നത്. അപ്പം 2007 സത്യൻ ഫൗണ്ടേഷൻ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് വിജയ്. അതെ. അപ്പോൾ നമ്മുടെ ഈ പാട്ടുകളുടെ കാര്യങ്ങളിലൊക്കെ ഇതിനുള്ള ഇങ്ങനത്തെ ഒരു പ്രോഗ്രാംസിന്റെ പ്രിപ്പറേഷനും അതിൻ്റെ ഒരു മൈൻഡ് സെറ്റിന്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 പാട്ടുകളായിരിക്കും, പക്ഷെ എന്നാൽ ആ 4 പാട്ടുകൾ ഫൈൻ ട്യൂൺ ചെയ്തപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ പാട്ടുകളൊക്കെ നന്നായിട്ട് മേ ബി ഈ ജനറേഷനിലുള്ളവർക്ക് അത്ര അറിയില്ലായിരിക്കും. നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ കുറച്ചുകൂടെ ഈ പാട്ടുകൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ആൻഡ് എസ്പെഷ്യലി ഐ തിങ്ക് സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് ഇവിടെ ഇൻഡസ്ട്രിയിലുള്ളവരും ഒക്കെ കൂടുതൽ അറിയും. സോ ഈ പാട്ടിൽ പാടാൻ വരുമ്പോൾ എൻ്റെ മൈൻഡിൽ കിടക്കുന്നത് അതാണ്, എന്താണ് ഇതിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ രീതി മെയിൻ പെർഫെക്ഷൻ ആക്കാനുള്ള ശ്രമം. സോ നമുക്കതിലേക്ക്